2026 ഫിഫ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടീമായ പോർച്ചുഗൽ ദ ഫേവറേറ്റ്സ് ഫിഫ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്ത്. ക്യാപ്റ്റൻ ആൻഡ് ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രൂണോ ഫെർണാണ്ടസ്, ജോൻ നെവസ്, വിറ്റീഞ്ഞ, ന്യൂനോ മെൻഡസ് പോലത്തുള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ് ഇതിലുള്ളത്. ഈ വേൾഡ് കപ്പിൽ തന്നെ നല്ലൊരു ടാലന്റ് ഉള്ള സ്ക്വാഡ് തന്നെയാണ് പോർച്ചുഗൽ. വൺ ഓഫ് ദി സ്ട്രോങ്സ്റ്റ് ടീം ഇൻ ദ വേൾഡ്. ക്ലിയർ ഫേവറേറ്റ്സും കൂടിയാണ് കേട്ടോ. എല്ലാം നേടിയ റൊണാൾഡോക്ക് ഇനി ഒരു വേൾഡ് കപ്പും കൂടിയാണ് ബാക്കിയുള്ളത്. അത് വിരമിക്കുന്നതിന് മുന്നേ റൊണാൾഡോക്ക് ഒരു വേൾഡ് കപ്പ് കൂടി നേടിക്കൊടുക്കാൻ പോർച്ചുഗൽ പ്ലേയേഴ്സ് ആഞ്ഞു ശ്രമിക്കുന്നുള്ള കാര്യത്തിലും ഉറപ്പാണ്. വേൾഡ് കപ്പ് അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടീമും കൂടിയാണ് പോർച്ചുഗൽ. രണ്ടാമത്തെ ടീമായ കൊളംബിയ ദ സൗത്ത് അമേരിക്കൻസ് ഫിഫ റാങ്കിങ്ങിൽ 13-ാം സ്ഥാനത്ത്. ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിക്കുന്ന ലൂയിസ് ഡേയസ് ആണ് ഇതിലെ മെയിൻ താരം. മാത്രമല്ല നമ്മളെ ഹാമിഷ് റോഡ്രിഗസ് തിരിച്ചെത്തുന്നുമുണ്ട്. ഈ ഗ്രൂപ്പിൽ പോർച്ചുഗലിന് ഒരു വെല്ലുവിളി എന്ന് പറയുന്നതും ഈ കൊളംബിയ തന്നെയാണ്. ഒരുപക്ഷെ പോർച്ചുഗലിനെ അട്ടിമറിച്ച് 1-ാം സ്ഥാനം വരെ നേടാൻ ചാൻസ് ഉള്ള ഒരു ടീമും കൂടിയാണ് കൊളംബിയ. മൂന്നാമത്തെ ടീമായ ഡിആർ കോങ്കോ ദ ആഫ്രിക്കൻസ് ഫിഫ റാങ്കിങ്ങിൽ 46-ാം സ്ഥാനത്ത്. സെഡ്രിക് ബക്കാംബു, ആറോൺ വാംബിസാക്ക പോലത്തുള്ള നോട്ടബിൾ സൂപ്പർ സ്റ്റാർസ്. ഡാർക്ക് ഹോഴ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആഫ്രിക്കൻ ഊർജ്ജവും ഫിസിക്കൽ സ്റ്റൈലുമുള്ള ടീം. സർപ്രൈസ് തരാൻ നല്ലൊരു ചാൻസും ഉണ്ട്. കൊളംബിയക്കും പോർച്ചുഗലിനൊക്കെ വെല്ലുവിളിയാവോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആൻഡ് ഈ ഗ്രൂപ്പിലെ അവസാന ടീമായ ഉസ്ബെക്കിസ്ഥാൻ ഫിഫ റാങ്കിങ്ങിൽ 50-ാം സ്ഥാനത്ത്. ഉസ്ബെക്കിസ്ഥാന്റെ ആദ്യത്തെ വേൾഡ് കപ്പ് ആണിത്. ഫസ്റ്റ് സെൻട്രൽ ഏഷ്യൻ നേഷൻ ടു ക്വാളിഫൈ ഫോർ ദ വേൾഡ് കപ്പ്. ആദ്യത്തെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാതാണ് അവർ വരുന്നത്. പോർച്ചുഗലിനും കൊളംബിയനെ കട്ടിമറിച്ച് നല്ലൊരു ചരിത്രം സൃഷ്ടിക്കാനാണ് അവർ വരുന്നത്. വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ആരെയും തള്ളിക്കളയാനും പറ്റില്ല. എനിവേ ഈ ഗ്രൂപ്പിലെ എന്റെ പ്രൊഡിക്ഷൻസ് എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്ത് പോർച്ചുഗൽ, 2-ാം സ്ഥാനത്ത് കൊളംബിയ, 3-ാം സ്ഥാനത്ത് ഡിആർ കോങ്കോ, 4-ാം സ്ഥാനത്തായിരിക്കും ഉസ്ബെക്കിസ്ഥാൻ. അവസാന ഗ്രൂപ്പായ ഗ്രൂപ്പ് എല്ലിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ.